കോട്ടയം സംക്രാന്തിയിലുള്ള നിർമ്മയ സ്പായിൽ തേർഡ് ഐ ന്യൂസ് സംഘം വിളിച്ചപ്പോൾ 20 വയസ്സ് മുതലുള്ള 5 പെൺകുട്ടികൾ ഉണ്ടെന്നും ചേട്ടനെ 101% ഹാപ്പിയാക്കി വിടാമെന്നും പറയുന്ന ശബ്ദരേഖ കേൾക്കാം. ഹലോ 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 ഗുഡ് മോർണിംഗ് സർ. നിരാമയ അല്ലേ? അതെ സർ, നിർമ്മയ വെൽനസ് സെന്റർ ആണ്. നിർമ്മയാണോ? അതെ സർ. എന്തായാലും ഇന്ന് സ്പായ ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാ അവിടെ ആള് കുറവുള്ള, തിരക്ക് കുറവുള്ളേ? 12 മണിയാകുമ്പോ. ഇന്ന് നമുക്ക് ഇവിടെ കോട്ടയംകാരൊക്കെയാണോ ഉള്ളത്? കോട്ടയംകാരൊക്കെയാണോ എന്ന് ചോദിച്ചാല് നമുക്ക് ഈ തെറാപ്പി ചെയ്യാൻ വരുന്ന കുട്ടികൾ കോട്ടയംകാരാണ് അതോ വെളിയിലുള്ള? അല്ല സർ, കോട്ടയംകാരല്ല. കോട്ടയംകാരല്ലോ അല്ലേ? അതെ, കോട്ടയംകാരാണ് പറ്റൂല, അതാ എടുത്ത് ചോദിച്ചത്. അല്ല മനസ്സിലായില്ല, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്തായാലും. എത്ര രൂപ റേറ്റ് കാര്യങ്ങളൊക്കെ? ശരി, ഉറക്കെ പറയാ, കേൾക്കുന്നില്ല. നോർമൽ മസാജ് ആണെങ്കിൽ 2000. എത്രയാ, 1 മണിക്കൂറാണോ അതോ? 1 മണി അല്ലാതെ 45 മിനിറ്റ്സ്. നമുക്കൊരു 1 hourലേക്ക് അരോമ സ്വീകരിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2500 വരുത്തുള്ളൂ നിലവില്. അത് ഓഫറാണ്. മനസ്സിലായി. മസാജ് 2 തെറാപ്പിസ്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മസാജ് ഉണ്ട്. 1.5 മണിക്കൂറത്തേക്ക് അത് 5000 റുപ്പീസ് ആണ് ഈ ഓഫറിൽ വരുന്നത്. ഞാൻ 1.5 ഹവറിലേക്ക് 3500 റുപ്പീസ് വരുന്നുള്ളൂ. അത് 3 മസാജസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലായി. പിന്നെ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടുമോ? സർവീസ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യില്ല. സ്റ്റാഫുകളെല്ലാം വെൽ കോപ്പറേറ്റീവ് ആണ്. അങ്ങനെ പറഞ്ഞാല് നമ്മള് മെനക്കെട്ടവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തായാലും പറ്റൂല. അങ്ങനെ എന്തായാലും വരൂല. ചില ഡയറക്റ്റ് നമ്മുടെ സെന്ററിൽ വന്ന് സ്റ്റാഫിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്. വന്നു കഴിഞ്ഞാൽ എന്തായാലും 101% സാറ്റിസ്ഫാക്ഷൻ. അത് ഞാൻ ചോദിച്ചത്, നമ്മൾ ഇവിടുന്ന് മെനക്കെട്ട് അവിടെ വന്നു കഴിയുമ്പോ നമ്മൾ ഇതിനൊക്കെ വരും, അല്ലാതെ നമുക്ക് ഈ മസാജും കുറച്ചൊക്കെ നമുക്ക് വേണ്ട. നമ്മൾ അവിടെ വരെ വന്നു കഴിയുമ്പോ നമുക്ക് തരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി വാളും. ഉറപ്പാണല്ലോ അല്ലേ? പിന്നെ എത്ര വയസ്സൊക്കെ ഉള്ളവരാ? 20 മുതൽ. ശരി. പിന്നെ എന്തൊരു കാര്യം കൂടെ ചോദിക്കാം. നമ്മുടേത് സംക്രാന്തിയിൽ ഏത് ഭാഗത്തായിട്ടാ? സംക്രാന്തി നേരെ ഓപ്പോസിറ്റ്. ഏതിന്റെ? ബാങ്കിന്റെ ഫെഡറൽ ബാങ്കിന് ഓപ്പോസിറ്റ്. അവിടെ ഒരു തലശ്ശേരി ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. തലശ്ശേരി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. ഹോട്ടല് തലശ്ശേരി ഹോട്ടല് ഏതാ? തലശ്ശേരി ഹോട്ടല്. ശരി. ഇദ്ദേഹത്തിന്റെ പേരെങ്ങനാ? ഇദ്ദേഹം ഉണ്ടാവോ അവിടെ 12 മണിക്ക്? പേരെങ്ങനാ? സുമി. ഈ വന്നു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്ക് സ്റ്റാഫ് റെഡിയാണല്ലോ അല്ലേ? തേർഡ് ഐ ന്യൂസ് സംഘം 2ാം ദിവസം വിളിച്ചതിന്റെ ശബ്ദരേഖ കേൾക്കാം. ഹലോ. വല്ലതും നടക്കുമോ? അതിനെന്താ ചേട്ടാ വന്നോ? നമുക്ക് 5 തെറാപ്പിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോ നമ്മളെപ്പോ വരെ ഉണ്ട്? രാത്രിയില് 11 മണി വരെ. 11 മണി വരെ ഉണ്ടല്ലേ? അപ്പൊ ഒരു 8:30 9 ഒക്കെ ആകുമ്പോ അന്നേരം ആളുണ്ടല്ലോ അല്ലേ? ഈ എക്സ്ട്രാ ചെയ്യാമല്ലോ. ചേട്ടൻ വന്നാ മതി. ഉറപ്പായിരിക്കണം, അവിടെ കാര്യങ്ങൾ നടക്കണം കേട്ടോ. തീർച്ചയായിട്ടും. എത്ര പേരുണ്ടാവും? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വന്നിട്ട് സംഗതി സക്സസ് ആയാൽ ഹാപ്പി ആക്കി വിട്ടാൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരും. ഓക്കെ ചേട്ടാ, ചേട്ടൻ വന്നിരുന്നാ മതിയേ. ഓക്കെ, ശരി. ഓക്കെ, 8:30 8:30 കേട്ടാ. ഓക്കെ, നല്ല ആളെ നിർത്തണം കേട്ടാ. തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ഹാപ്പി ആയാൽ കൂടുതൽ ആളുകൾ വരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഹാപ്പി ആയിരിക്കും. സ്റ്റാഫ് ഹാപ്പി ആക്കും. അത് മതി, അത് കേട്ടാച്ചാ മതി കേട്ടാ. ഓക്കേടാ. കോട്ടയം നഗരമധ്യത്തിൽ TB റോഡിലും മണിപ്പുഴ കേന്ദ്രീകരിച്ചും നിരവധി അനധികൃത സ്പാകളും മാംസക്കച്ചവട കേന്ദ്രങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. പല സ്പാകളിലും തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ എയ്ഡ്സ് അടക്കമുള്ള ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരാണ്. ഇവർക്ക് ആരോഗ്യ പരിശോധന നടത്താത്തതും ഹെൽത്ത് കാർഡ് ഇല്ലാത്തതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സംസ്ഥാനത്തെ ഞെട്ടിച്ച തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗ കേസ് ഉണ്ടായതോടെയാണ് സ്പാകളിൽ നടക്കുന്ന തട്ടിപ്പുകളും അനാശാസ്യവും ശ്രദ്ധിക്കപ്പെട്ടത്.